ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റിന് വേണ്ടത് ഇതുപോലൊരു ബോട്ടിലാണ്. ഞാനത് ഓൾറെഡി വൈറ്റ് ടെക്സ്ചർ വെച്ച് വൈറ്റ് ടെക്സ്ചർ വെച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 ടിന്നും വേണം നമുക്ക്. നിങ്ങളുടെ കയ്യിൽ അവൈലബിലിറ്റി ഉള്ള ടിന്നത് ഐഡിയ അനുസരിച്ചെടുക്കാം എങ്ങനെ. അപ്പോൾ എൻ്റെ ഞങ്ങൾ 2 ടിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പഴയ ഒരു കുർത്തിയാണ്. അപ്പോൾ ഈ കുർത്തി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം വെച്ചിട്ട് അത് വൃത്തിയായിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അറ്റത്തറ്റത്ത് ഇങ്ങനെ ചെറിയ കുനുകുനാന്ന് കട്ട് ചെയ്ത് വിടുക. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പം ന്യൂസ് പേപ്പർ അടിയിലിടുക ഉറപ്പായിട്ടും. പിന്നെ ഇനി ചെയ്യാൻ പോണത് ഡെക്കോപാജ് വർക്കാണ്. അപ്പം കുറച്ച് പശയും, അതായത് ഇപ്പോൾ ഒരു 3 സ്പൂൺ പശയാണെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് വെള്ളം മാതിരി ആക്കിയിട്ട് ഇതുപോലെ ആദ്യം ആ കുപ്പിയിലേക്ക് ബേസിലേക്ക് വേണം അടിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ പേപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് തുണിയാണെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നനച്ച് തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പം ഒരു കുറേ നനഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ ഇത് ഒട്ടി നന്നായിട്ട് അത് നനവോടുകൂടി ഒട്ടിയിട്ടുണ്ടെന്നുള്ളൊരു സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് നമ്മൾ ആ കുനുകുനാന്ന് കട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ. അപ്പോൾ അത് അളവനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഇത് അധികം സമയമൊന്നും എടുക്കത്തില്ല, ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ മതി. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ വൃത്തിയായിട്ട് ഇത് ഉണങ്ങി കിട്ടും. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ബോട്ടിലൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ബോട്ടിൽ മാത്രമല്ല, നമ്മുടെ ആ ഒരു ടിന്ന് ഞാൻ കാണിച്ചല്ലോ, വലിയ ടിന്ന്, 2 ടിന്നിൽ, ആ ടിന്നിലും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിന്നിൽ അടിക്കുമ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് വെച്ച് നോക്കി കട്ട് ചെയ്ത് ആ ഒരു ഡിസൈൻ ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളത് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ബോർഡറൊക്കെ കൊടുക്കാനാണ്. അപ്പോൾ ഇതും എൻ്റെ ഒരു പഴയ കുർത്തിയുടെ ഒരു ബോർഡറായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ താഴെയും മുകളിലുമായിട്ട് ടിന്നിന് ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ച് വന്നപ്പോൾ അത് തീർന്നു പോയി. അപ്പോൾ എനിക്ക് വേറെ ലേസ് ഒട്ടിക്കേണ്ടി വന്നു. പക്ഷെ അത് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് വന്നേനെ. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട് സർക്കിളിൽ. പിന്നെ ബാക്കി ഭാഗം ജൂട്ട് ഡ്രോപ്പ് വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇപ്പം തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ജൂട്ട് ഡ്രോപ്പ് വെച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ 2 ടിന്ന് എടുത്തതിൽ ചെറിയ ടിന്ന് അത് എടുക്കാൻ കാരണം എനിക്ക് അതേ കിട്ടിയുള്ളൂ ഹൈറ്റിൽ വെക്കുകയാണ്. അപ്പോൾ എന്ത് വേണേലും നിങ്ങൾക്ക് കംഫർട്ടബിൾ അനുസരിച്ച്, അതായത് നമ്മുടെ വലിയ ടിന്ന് കുറച്ചുകൂടി പൊക്കത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ല ഡയറക്റ്റ് വയ്ക്കുവാണെങ്കിൽ കുപ്പി കുറച്ചുകൂടി അങ്ങ് ഹൈഡായി പോകും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിയിൽ വേറൊരു ടിന്നും കൂടി വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു DIY ആണ്. അതിൻ്റെ അകത്തേക്ക് ലൈറ്റോ LED ലൈറ്റോ എന്ത് വേണേലും ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അത്യാവശ്യം ആ ഒരു ചെറിയ ബൾബ് നല്ല വെട്ടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാമ്പ്, DIY ബോട്ടൽ ലാമ്പ്, ഡെക്കോപാജ് ഫാബ്രിക് വെച്ച് ഉണ്ടാക്കിയ ലാമ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.